ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ +2 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 14th 15th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ വെക്റ്റർ I + J + K. ഇതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ വെക്റ്റർ നമുക്ക് തന്നത് ആദ്യം ഒന്ന് നോട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ വെക്റ്റർ തന്നത് I + J + K അല്ലേ. ഇതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് കാണാനാണ് പറയുന്നത്. അപ്പൊ ഇതിന് നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് നമുക്കറിയാം അല്ലെ, L M N ആണ് നമ്മുടെ ഡയറക്ഷൻ കൊസൈൻ. അപ്പൊ ഈ L M Nന്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കാണാറ്? L എന്ന് പറഞ്ഞാൽ 1/√A² + B² + C². അതേപോലെ തന്നെ എമ്മും എന്താണ് 1/√A² + B² + C². അതേപോലെ തന്നെ എന്നും സെയിം 1/A² + B² + C². അപ്പൊ ഇത് ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ABC ഫൈൻഡ് ചെയ്യണം. അപ്പൊ അത് ആ വെക്ടറിന് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. A = 1, B = 1, C = 1 അല്ലേ. അപ്പോ ഇത് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസ് എന്തായിരിക്കും? L എന്ന് പറഞ്ഞ് 1/√1² + 1² + 1² എന്തായി? 3i അല്ലേ. അപ്പോ L ആണെങ്കിലും M ആണെങ്കിലും N ആണെങ്കിലും എല്ലാത്തിന്റെയും വാല്യൂ എന്തായി? ഡയറക്ഷൻ കൊസൈൻസ് എന്താ വരിക? Direction cosines are equal to 1/√3 എന്ന് കിട്ടും. എല്ലാം എന്താണ്? 1/√3 തന്നെയാണ്. ഓക്കെ, അപ്പൊ അതില് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് വെക്റ്റർ ഇക്വേഷൻ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 1, 2, 3 ആൻഡ് പാരലൽ ടു ദ വെക്റ്റർ. അപ്പൊ ഇവിടെ വെക്റ്റർ ഇക്വേഷനും കാണണം, അതേപോലെ തന്നെ കാർട്ടീഷ്യൻ ഇക്വേഷനും കാണണം. അപ്പൊ നമുക്കറിയാം അല്ലെ, ഇതിന്റെ വെക്റ്റർ ഇക്വേഷൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെക്റ്റർ R = വെക്റ്റർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ A + λ × വെക്റ്റർ B. അതിലെ A വെക്റ്റർ ഏത് പോയിന്റ് കൂടെയാണെന്നുള്ളത് അവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ A എന്താണ്? I + 2j + 3k ആണ് അല്ലെ. 1, 2, 3 അവിടെ തന്നിട്ടുണ്ട്. നോക്കി നോക്കൂ, ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. 1, 2, 3 പ്ലസ് λ × ഏത് വെക്ടറായിട്ടാണ് ഇത് പാരലൽ ആയിട്ടുള്ളത്? 3i + 2j - 2k. ഓക്കെ, അപ്പൊ നമ്മുടെ എന്തായി? വെക്റ്റർ ഇക്വേഷൻ ആയി. ഇത് നമ്മുടെ വെക്റ്റർ ഇക്വേഷൻ. അതേപോലെ തന്നെ നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്? കാർട്ടീഷ്യൻ ഇക്വേഷൻ കാണാൻ പറയുന്നത്. അപ്പൊ നമുക്കറിയാം കാർട്ടീഷ്യൻ ഫോം ഇക്വേഷന്റെ ഫോർമുല എന്താണ്? x - x1 / A, y - y1 / B, അതേപോലെ തന്നെ Z - Z1 / C. ഓക്കെ, ഇനി അതില് x1 y1 z1 നമുക്ക് ആ പോയിന്റ് അവിടെ തന്നിട്ടുണ്ട്. XYZ പോയിന്റ് തന്നിട്ടുണ്ട്. അതവിടെ മെൻഷൻ ചെയ്താൽ മതി. എന്താണ്? 1, 2 and 3 ആണ്. പിന്നെ അതേപോലെ തന്നെ താഴെ ABC എന്താണ്? 3, 2, -2 ആണ്. അപ്പൊ അവിടെ 3 എന്ന് വരും. ഈക്വൽ ടു y - y1 എന്ന് പറയുന്നത് 2 ആണ്. B എന്ന് പറയുന്നത് 2 ആണ്. Z - Z1 3 ആണ്. C എന്ന് പറയുന്നത് എന്താണ്? -2 ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ അവിടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആയിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് സോൾവിംഗ് എ പ്രോബ്ലം ഇൻഡിപെൻഡന്റ്ലി ബൈ A and B ആർ 1/2 and 1/3 റെസ്പെക്റ്റീവ്ലി. അപ്പൊ അങ്ങനെ തന്ന കണ്ടീഷൻ വെച്ചിട്ട് എന്താണ് അവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ പ്രോബ്ലം ഈസ് സോൾവ്. പ്രോബ്ലം സോൾവ് ആവണമെങ്കിൽ നമുക്കറിയാം അല്ലെ, പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B എന്തായിരിക്കണം? പ്രോബബിലിറ്റി ഓഫ് A + P of B minus P of A intersection B. ഓക്കെ, അപ്പൊ അതില് പ്രോബ്ലം സോൾവ് ചെയ്ത് പ്രോബ്ലം ഈസ് സോൾവ് എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ തന്നിട്ടുണ്ട് ഇൻഡിപെൻഡന്റ്ലി ബൈ A and B അല്ലേ. അപ്പൊ P of A അവിടെ എന്താണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ P of B നമുക്കറിയാം ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് P of A intersection B എന്ന് പറഞ്ഞാൽ P of A × P of B കൊടുക്കുക. So 1/2 + 1/3 minus 1/2 × 1/3. So 5/6 അല്ലെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 5/6 - 1/6 ഇത് എന്ത് വരും? 4/6. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ 2/3. അപ്പൊ പ്രോബ്ലം ഈ സോൾവ് എന്നുള്ളതിന്റെ പ്രോബബിലിറ്റി എന്താണ്? 2/3 ആണ്. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം. രണ്ടുമല്ല, ഏതെങ്കിലും ഒരാൾ പ്രോബ്ലം സോൾവ് ചെയ്യും എന്നുള്ള രീതിയിൽ ആണ് അവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അവിടെ എങ്ങനെ എഴുതാം?
പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി. ഓക്കെ, ഇവിടെ എന്താണ് പ്രോബ്ലം എ സോൾവ് ചെയ്തില്ല, പക്ഷെ എന്താണ് ബി സോൾവ് ചെയ്തു. പ്ലസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ്. അപ്പൊ ഒരാള് ഇപ്പൊ എ ഇവിടെ സോൾവ് ചെയ്തില്ലെങ്കിൽ ചെയ്താല് ബി എന്തായില്ല സോൾവ് ചെയ്യില്ല. ഇനി ഇൻഡിപെൻഡന്റ് ആണ് നമുക്ക് അറിയാലോ. അപ്പൊ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി പ്ലസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഡാഷ്. ഓക്കെ, അപ്പൊ ഈ പി ഓഫ് എ ഡാഷ് നമ്മൾ എങ്ങനെയാണ് കാണാറ്? 1 മൈനസ് പി ഓഫ് എ, ഇവിടെ പി ഓഫ് ബി പ്ലസ് പി ഓഫ് എ ഇൻറ്റു 1 മൈനസ് പി ഓഫ് ബി. ഇനി ഇവിടെ വാല്യൂ കൊടുക്കുക. 1 മൈനസ് പി ഓഫ് എന്റെ വാല്യൂ കൊടുക്കുക, പി ഓഫ് ബിന്റെ വാല്യൂ കൊടുക്കുക, ഇവിടെ പി ഓഫ് എന്റെ വാല്യൂ കൊടുക്കുക, ഇവിടെ പി ഓഫ് ബിന്റെ വാല്യൂ കൊടുക്കുക. അപ്പൊ ഇവിടെ 1/2 ഇൻറ്റു 1/3, 1/2 ഇൻറ്റു 2/3. അപ്പൊ എന്ത് കിട്ടും? 1/6 പ്ലസ് 1/3. ഈ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 9/18 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ പ്രോബ്ലം ഈസ് എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം എത്രയാണ്? 1/2 ആണ് വരിക. ഓക്കെ, ഇനി അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇവിടെ എ ഡാഷ്, അതിപ്പോ ഇവിടെ നമുക്ക് എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ എ സോൾവ് ചെയ്യാതെ ബി സോൾവ് ചെയ്താൽ എന്ത്, പ്ലസ് അതേപോലെ തന്നെ ഇവിടെ എ സോൾവ് ചെയ്യും പക്ഷെ ബി സോൾവ് ചെയ്തില്ലെങ്കിൽ എന്ത്. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എക്സാക്ട്ലി എന്താണ് വൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലമിന്റെ പ്രോബബിലിറ്റി കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇനി 16, 17 പ്രോബ്ലം ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ചിൽ ദെൻ ബൈ.